നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. പരിശീലനം പൂർത്തിയാക്കിയ 410 പോലീസ് സേനയുടെ പാസിംഗ് ഔട്ട് പരേഡിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സല്യൂട്ട് സ്വീകരിച്ചു. മാടക്കത്രയിലെ വിദ്യാർത്ഥികളായ ധ്യാനും ദർശിക്കും തങ്ങളുടെ സ്വകാര്യ സമ്പാദ്യം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കായി മന്ത്രി കെ രാജനെ ഏൽപ്പിച്ചു. തൃശൂർ മേയറുടെ 1 മാസത്തെ ശമ്പളവും ഓണറേറിയവും മുഖ്യമന്ത്രി പിണറായി വിജയനെ ഏൽപ്പിച്ചു. തൃശൂർ കൃഷ്ണാപുരം വായനശാല പ്രവർത്തകർ സമാഹരിച്ച 1,02,222 രൂപ വയനാട് ദുരിതാശ്വാസത്തിനായി ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിയെ ഏൽപ്പിച്ചു. തൃശൂർ മതികുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടന്നു. വാർത്തകൾ വിശദമായി. പരിശീലനം പൂർത്തിയാക്കിയ 410 പേർ പോലീസ് സേനയുടെ ഭാഗമായി. പാസിംഗ് ഔട്ട് പരേഡിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സല്യൂട്ട് സ്വീകരിച്ചു. വയനാട്ടിലെ ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും ഉരുൾപൊട്ടൽ ദുരന്തമുഖത്ത് ദൃഢനിശ്ചയത്തോടെയാണ് പോലീസും ഫയർഫോഴ്സും സൈന്യവും ദുരന്ത നിവാരണ സേനയുമെല്ലാം മുഴുകിയിരിക്കുന്നത്. നമ്മുടെ നാടിന്റെ ഔന്നത്യം കാത്തുസൂക്ഷിക്കുകയാണ് അവരെല്ലാവരും എന്നും കേരള പോലീസിന് അഭിമാനമാകുന്ന ഒട്ടേറെ ഏടുകൾ ദുരന്തമുഖത്ത് കാണാനായെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കേരള പോലീസ് അക്കാദമി മുഖ്യ പരേഡ് ഗ്രൗണ്ടിൽ നടന്ന കേരള പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേരള ആംഡ് വനിതാ പോലീസ് ബറ്റാലിയൻ 19B ബാച്ചിലെ 187 വനിതാ പോലീസ് സേനാംഗങ്ങളുടെയും മലപ്പുറം MSP ബറ്റാലിയനിൽ പരിശീലനം പൂർത്തിയാക്കിയ 26ാമത് ബാച്ചിലെ 223 പുരുഷ പോലീസ് സേനാംഗങ്ങളുടെയും സംയുക്ത പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. അത്യന്തം അപകടകരമായ രക്ഷാദൌത്യങ്ങളാണ് സ്വന്തം ജീവൻ പോലും തൃണവൽഗണിച്ചുകൊണ്ട് വയനാട്ടിലെ ദുരന്തമുഖത്ത് പോലീസ് ഏറ്റെടുത്തത്. മുൻപ് പ്രളയകാലത്തും കോവിഡ് കാലത്തും കേരള പോലീസിന്റെ കരുതലിന്റെ സ്നേഹസ്പർശം കേരളം അനുഭവിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ദുരന്തമുഖങ്ങളിൽ കേരളം കാത്തുസൂക്ഷിക്കുന്ന മനുഷ്യ സ്നേഹത്തിന്റെ ഊഷ്മളത നഷ്ടപ്പെടാതെ കാത്തുസൂക്ഷിക്കുക എന്ന വലിയ ഉത്തരവാദിത്വം ഇന്ന് കേരള പോലീസിന്റെ ഭാഗമാകുന്ന ഓരോ സേനാംഗത്തിനുമുണ്ടെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ കേരള പോലീസ് അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടർ AU സുനിൽകുമാർ പരിശീലനാർത്ഥികൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പരിശീലനത്തിലുടനീളം മികച്ച പ്രകടനം കാഴ്ചവെച്ച് സമ്മാനാർഹരായവർക്ക് ചടങ്ങിൽ മുഖ്യമന്ത്രി ട്രോഫികൾ സമ്മാനിച്ചു. കേരള ആംഡ് വനിതാ പോലീസ് ബറ്റാലിയൻ 19B ബാച്ച് പരിശീലനാർത്ഥികളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിൽ ബെസ്റ്റ് ഇൻഡോർ പെർഫോമറായി R രജിത, ബെസ്റ്റ് ഔട്ട്ഡോർ പെർഫോമറായ T ലിഖിത, ബെസ്റ്റ് ഷൂട്ടറായി ആൻമേരി ചിക്കു, ഓൾറൗണ്ടറായി VS ശരണ്യ എന്നിവരെ തെരഞ്ഞെടുത്തു. MSP ബറ്റാലിയൻ 26ാമത് ബാച്ച് പരിശീലനാർത്ഥികളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിൽ ബെസ്റ്റ് ഇൻഡോർ പെർഫോമറായി KV അശ്വിൻ രാജ്, ബെസ്റ്റ് ഔട്ട്ഡോർ പെർഫോമറായി AG അഭിജിത്ത്, ബെസ്റ്റ് ഷൂട്ടറായി M ഹരിൻ, ഓൾറൗണ്ടറായി AG അഭിജിത്ത് എന്നിവരെ തെരഞ്ഞെടുത്തു. സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ്, ADGP ആൻഡ് ഡയറക്ടർ കേരള പോലീസ് അക്കാദമി P വിജയൻ, തൃശൂർ റേഞ്ച് DAG അജിത ബീഗം, കേരള ആംഡ് വനിതാ പോലീസ് ബറ്റാലിയൻ കമാൻഡന്റ് നകുൽ രാജേന്ദ്ര ദേശ്മുഖ് എന്നിവരും ചടങ്ങിൽ സേനാംഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിച്ചു. തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസ്, സബ് കളക്ടർ മുഹമ്മദ് ഷെഫീഖ്, മറ്റ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും പരിശീലനാർത്ഥികളുടെ ബന്ധുമിത്രാദികളും ചടങ്ങ് വീക്ഷിക്കാനെത്തിയിരുന്നു. 2023 ഒക്ടോബർ 31 കേരള ആംഡ് വനിതാ പോലീസ് ബറ്റാലിയൻ 19B ബാച്ച് വനിതാ പോലീസ് സേനാംഗങ്ങളുടെ പരിശീലനം കേരള പോലീസ് അക്കാദമിയിൽ ആരംഭിച്ചത്. 2023 നവംബർ 1 MSP ബറ്റാലിയൻ 26ാമത് ബാച്ച് പുരുഷ പോലീസ് സേനാംഗങ്ങളുടെ പരിശീലനം മലപ്പുറം MSP ബറ്റാലിയനിൽ ആരംഭിച്ചത്. ഏറ്റവും വലിയ ദുരന്തമായാണ് വയനാട്ടിലെ ഉരുൾപൊട്ടൽ മാറുന്നത്. ദേശീയ തലത്തിലെ വലിയ ദുരന്തങ്ങളിൽ ഒന്നുകൂടിയാണ്. പെട്ടെന്നുണ്ടായ പ്രകൃതി ദുരന്തത്തിൽ ഒരു നാടാകെ ഇല്ലാതായതിൻ്റെ അടുക്കം ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും ജനങ്ങളിൽ ഇപ്പോഴുമുണ്ട്.
ജീവിതത്തിൽ നിന്ന് എഴുതറിയപ്പെട്ട ആ മനുഷ്യരുടെ ദുരന്തം ലോകത്തെമ്പാടുമുള്ള മനുഷ്യരെ കണ്ണീരിലാഴ്ത്തിയിട്ടുണ്ട്. ഈ ദുരന്തമുഖത്ത് ദൃഢനിശ്ചയത്തോടെയാണ് പോലീസും ഫയർഫോഴ്സും സൈന്യവും ദുരന്ത നിവാരണ സേനയുമെല്ലാം രക്ഷാപ്രവർത്തനത്തിൽ മുഴുകിയിരിക്കുന്നത്. നമ്മുടെ നാടിൻ്റെ മാനുഷികമായ ഔന്നത്യം കാത്തു സൂക്ഷിക്കുകയാണ് അവരെല്ലാവരും. മനുഷ്യത്വം സേനകളുടെ മുഖമുദ്രയാകുന്ന മഹത്തായ സന്ദർഭങ്ങളാണ് നാം അവിടെ കണ്ടത്. കേരള പോലീസിന് അഭിമാനിക്കാവുന്ന ഒട്ടേറെ ഏടുകൾ ഇതിന്റെ ഭാഗമായി കാണാൻ നമുക്ക് കഴിയും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തങ്ങളുടെ ചെറിയ സമ്പാദ്യം നൽകി മാതൃകയാവുകയാണ് മാടക്കത്ര വെള്ളാനിശ്ശേരിയിലെ ഗോപുരത്തിങ്കൽ വീട്ടിൽ രാജേഷ് സൗമ്യ ദമ്പതികളുടെ മക്കളായ ധ്യാനും ദർശിക്കും. ഇരുവരും കാൽഡിയൻ സിറിയൻ സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. കേരളം ഇതുവരെ കാണാത്ത വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കഷ്ടത അനുഭവിക്കുന്നവരുടെ വാർത്ത ടെലിവിഷനിൽ കണ്ടതിന്റെ ഭാഗമായി അവരെ സഹായിക്കാൻ നമുക്ക് പൈസ നൽകിയാലോ എന്നുള്ള ഒരു ആശയം ദർശിക്കനാണ് തോന്നിയത്. അവൻ അത് അച്ഛനോടും അമ്മയോടും പറഞ്ഞു. അവന്റെ വളരെ നാളത്തെ സ്വപ്നമായ സൈക്കിൾ വാങ്ങുന്നതിനായി കുടുക്കയിൽ സൂക്ഷിച്ചിരുന്ന പൈസ നൽകാമെന്നാണ് പറഞ്ഞത്. അത് കേട്ടപ്പോൾ ചേട്ടൻ ധ്യാൻ തന്റെ കുടുക്കയിലെ പൈസയും നൽകാമെന്ന് അറിയിച്ചു. ഇവരുടെ ആഗ്രഹം കുടുംബ സുഹൃത്ത് കൂടിയായ മാടക്കത്ര പഞ്ചായത്ത് ജീവനക്കാരൻ സജയനെ അറിയിക്കുകയും അദ്ദേഹം പഞ്ചായത്ത് ചെയർമാനും വാർഡ് മെമ്പറുമായ പ്രശാന്ത് വഴി റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രിയെ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു. മന്ത്രി കെ രാജൻ ഇവരുടെ വീട്ടിലേക്ക് നേരിട്ടെത്തുകയും ഈ കുഞ്ഞുമക്കളുടെ സമ്പാദ്യമായ കുടുക്കകൾ ഏറ്റുവാങ്ങുകയും ചെയ്തു. ലക്ഷങ്ങളും കോടികളും തന്ന് സഹായിക്കുന്നവരുടെ അതേ മൂല്യമാണ് ഈ കുരുന്നു പ്രായത്തിൽ ഇവർ നൽകിയ 4 കുടുക്കയിലെ സമ്പാദ്യത്തിന് എന്ന് മന്ത്രി പറഞ്ഞു. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി തങ്ങളാലാവുന്ന സഹായം നൽകാൻ മനസ്സ് കാണിച്ച ഈ കുട്ടികൾ സമൂഹത്തിന് വലിയ മാതൃകയാണെന്നും ഇവർ നാളെയുടെ ഉത്തമ പൗരന്മാരാണെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു. നിരവധിയാർന്ന വിഷമങ്ങൾക്കിടയിലെ ഈ സന്തോഷ നിമിഷത്തെക്കുറിച്ചും ഈ കുരുന്നുകളെക്കുറിച്ചും കേരള മുഖ്യമന്ത്രി പിണറായി വിജയനോട് നേരിട്ട് അറിയിക്കുമെന്നും ധ്യാനും ദർശിക്കനും വാക്ക് നൽകിയിട്ടാണ് മന്ത്രി മടങ്ങിയത്. ചടങ്ങിൽ മാടക്കത്ര ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ കെ പി പ്രശാന്ത്, ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ആർ സുരേഷ് ബാബു, ഇടതുപക്ഷ പ്രവർത്തകരായ പ്രസാദ് പാറേരി, സനൂപ് വി എസ്, എ എം അശോകൻ, സേതു എ എൻ, സോമൻ ടി എം, സുരേഷ് സി പി എന്നിവർ പങ്കെടുത്തു. പ്രത്യേക സംവിധാനം വീട് നഷ്ടപ്പെട്ട എല്ലാവർക്കും വീടുണ്ടാക്കി കൊടുക്കും. മനുഷ്യർ നഷ്ടപ്പെട്ടത് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. ഒരു പുനരധിവാസ പാക്കേജ് തന്നെ അവിടെ നടപ്പിലാക്കി ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും മാതൃകാപരമായിട്ടുള്ള പുനരധിവാസത്തിൻ്റെ കേരള മോഡൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഒരു ചെറിയ പിഴവ് പോലും പറ്റാത്ത വിധത്തിൽ കറകളഞ്ഞ ആസൂത്രണമാണ്. എതിർപക്ഷത്ത് രാഷ്ട്രീയമായി ഭരണപക്ഷത്തെ എതിർക്കുന്ന മാധ്യമങ്ങൾ പോലും അത്രയും ആസൂത്രണവും കൃത്യവുമായിട്ടുള്ള ഓപ്പറേഷനാണ് നടത്തുന്നത് എന്ന് പറയുന്ന വിധത്തിൽ അതിനെ കൊണ്ടുപോവുകയാണ് സർക്കാർ. ഉപസമിതിയെ മന്ത്രിസഭ നിശ്ചയിച്ചപ്പോൾ ആ 4 അംഗ ഉപസമിതിക്ക് നേതൃത്വം നൽകാനുള്ള ചുമതല റവന്യൂ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ നേരത്തെ ലക്ഷ്മണൻ പറഞ്ഞതുപോലെ ഞാനും ബഹുമാനപ്പെട്ട റിയാസ് മിനിസ്റ്ററും ആ ജില്ലയിലെ ചുമതലക്കാരനായിട്ടുള്ള എ കെ ശശീന്ദ്രനും ആ ജില്ലയിൽ നിന്നുള്ള മന്ത്രി OR കേളുവും ഉൾപ്പെടെ ഞങ്ങൾ 4 പേരടങ്ങുന്ന മന്ത്രിതല ഉപസമിതി ഏതാണ്ട് 1500ഓളം ഫോഴ്സിനെയും അത്രയേറെ ജീവനക്കാരെയും അതിൻ്റെ അത്രയും ഇരട്ടി മനുഷ്യശൈലികളായ ആളുകളെയും വെച്ചുകൊണ്ടുള്ളൊരു വലിയ ഓപ്പറേഷനാണ്. ഞാനിത് കളക്ടർ മുമ്പിൽ നിൽക്കുമ്പോഴാണ് ലക്ഷ്മണൻ വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു പോകാനുള്ള തിരക്കിലാണ്, പറ്റിയാൽ പോകുന്നതിന് മുമ്പ് മുടിയൊന്ന് വെട്ടണം. 4-5 ദിവസം അവിടെ ഞാനും ജിത്തും ഒക്കെ ഉൾപ്പെടെ അവിടെ കിടന്നിട്ട് വലിയ ചെസ്റ്റ് ഇൻഫെക്ഷനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോഴാണ് ധ്യാനം ദർശിതും ഇങ്ങനെ ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നത്. ലക്ഷക്കണക്കിന് രൂപ കോടിക്കണക്കിന് രൂപ പ്രഖ്യാപിക്കുന്ന ഒരുപാട് ഘട്ടങ്ങളുണ്ട്. മലബാർ ഗോൾഡ് 3 കോടി പ്രഖ്യാപിച്ചു, യൂസഫലി 5 കോടി പ്രഖ്യാപിച്ചു, കല്യാൺ 5 കോടി പ്രഖ്യാപിച്ചു. പക്ഷേ ഇങ്ങനെ നൽകിയ കോടിക്കണക്കിന് രൂപ പണമായി നമ്മുടെ കയ്യിലുണ്ടെങ്കിലും ആ കോടിക്കണക്കിന് രൂപയേക്കാൾ മൂല്യമുണ്ട് ധ്യാനം ദർശിതും തരുന്ന ഈ ചെറിയ കുണ്ടികയിലെ പൈസയ്ക്ക് എന്ന് കരുതുന്നതുകൊണ്ടാണ് ഞങ്ങളിവിടെ എത്തിച്ചേരാൻ പറ്റുന്നത്. യഥാർത്ഥത്തിൽ രാജേഷിൻ്റെ കുടുംബം വളരെ ധന്യമാകുകയാണ്. ഈ കുട്ടികൾ തരുന്ന പൈസ എത്രയെന്നുള്ളതേ പ്രശ്നമല്ല. പക്ഷേ ഇങ്ങനെ കൊച്ചുമക്കൾ സൈക്കിൾ മേടിക്കാനും മിഠായി മേടിക്കാനും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആവശ്യത്തിന് കരുതി വെച്ച
സംഖ്യ അച്ചാച്ചന സുവാദായി ഇരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ദുരിതമനുഭവിക്കുന്ന മനുഷ്യർക്ക് കൊടുക്കാനുണ്ടാകുന്ന മനസ്സാണ് നമ്മളൊരു മാതൃകയായിട്ട് നടത്തേണ്ടത്. ധ്യാൻ ദർശിത്ത് 2ാം ക്ലാസ്സിൽ, ധ്യാൻ 5ാം ക്ലാസ്സിൽ, രണ്ട് കുട്ടികൾ. യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞത് PhD നേടിയിട്ടുള്ള ബിരുദധാരികളെക്കാൾ മുകളിലായിട്ടുണ്ട് ഈ ഒറ്റ നടപടി കൊണ്ട് ആ 2 കുട്ടികൾ. ആ 2 കുട്ടികൾ ഈ നാടിന് മാതൃകയും അഭിമാനവുമാണ്. നാളെ നമ്മളൊക്കെ അറിയപ്പെടുക ഈ കുട്ടികളുടെ പേരിലായിരിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. എത്ര പറഞ്ഞാലും മറക്കാത്ത വിധം കേരള സർക്കാരിൻ്റെ എല്ലാ വിധത്തിലുള്ള അഭിനന്ദനങ്ങളും ഈ കുട്ടികൾക്ക് നൽകുകയാണ്. ഈ കുട്ടികളെ അതിനുവേണ്ടി പ്രേരിപ്പിക്കുകയോ ഈ കുട്ടികൾ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതിനുവേണ്ടി പിന്തുണ നൽകുകയോ ചെയ്ത അവരുടെ അച്ഛനമ്മമാർ കൂടി ഈ അനുമോദനത്തിന് അർഹമാണ്. എല്ലാവരെയും സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ ഈ 2 മക്കളെയും ചേർത്ത് പിടിച്ച് അവർ നല്ല മിടുക്കരായിട്ടുള്ള ആളുകളാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ സംഖ്യ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോടികൾ നൽകിയവരെക്കാൾ വിലമതിപ്പോടെ അഭിമാനത്തോടെ ഇത് ഏറ്റുവാങ്ങുന്നു. ഇത് നാടിന് മാതൃകയാകണം, ഇതെല്ലാവരും അറിയണം എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങളെല്ലാവരും വന്നത്. ഇത് കഴിഞ്ഞാൽ നേരെ വയനാട്ടിൽ. തൃശൂർ മേയറുടെ 1 മാസത്തെ ഓണറേറിയവും 1 മാസത്തെ സർവീസ് പെൻഷനും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. വയനാടിന് കൈത്താങ്ങായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1 മാസത്തെ ഓണറേറിയവും 1 മാസത്തെ സർവീസ് പെൻഷനും ഉൾപ്പെടെ 50,000 രൂപ മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൈമാറി. റോഡ് അപകടങ്ങളിലും അത്യാഹിതങ്ങളിലും 24 മണിക്കൂറും സൗജന്യ ആംബുലൻസ് സേവനം നടത്തുന്ന ആക്സിന്റെ രജത ജൂബിലിയുടെ ലോഗോ പ്രകാശന ചടങ്ങിനോടനുബന്ധിച്ചാണ് ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ഫണ്ട് കൈമാറിയത്. തൃശൂർ രാമനിലയത്തിൽ നടന്ന ചടങ്ങിൽ ആക്സ് ജനറൽ സെക്രട്ടറിയും തൃശൂർ കോർപ്പറേഷൻ മേയറുമായ MK വർഗീസ്, ആക്സ് പ്രസിഡന്റും തൃശൂർ ജില്ലാ കളക്ടറും കൂടിയായ അർജുൻ പാണ്ഡ്യൻ, ആക്സ് ജനറൽ കൺവീനറും കേരള സ്റ്റേറ്റ് ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ ചെയർമാനുമായ CR വത്സൻ, ആക്സ് ജില്ലാ സെക്രട്ടറി ലൈജു സെബാസ്റ്റ്യൻ, ആക്സ് ജില്ലാ വൈസ് പ്രസിഡന്റ് TA അബൂബക്കർ എന്നിവർ സന്നിഹിതരായിരുന്നു. ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള അകമല കുന്ന് പ്രദേശത്ത് നിരീക്ഷണത്തിന്റെ ഭാഗമായി ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. മഴ അല്പം വിട്ടുമാറിയിട്ടുണ്ടെങ്കിലും ജാഗ്രത അനിവാര്യമാണെന്ന് സംഘം പറഞ്ഞു. അകമലയിൽ ഭീതി പരത്തിയ മണ്ണിടിച്ചിലും വീട് തകർന്ന സാഹചര്യത്തിൽ വിശദമായ പരിശോധനയ്ക്കെത്തിയ ദുരന്ത നിവാരണ സംഘം മുന്നറിയിപ്പും റിപ്പോർട്ടും നൽകിയതിന്റെ പശ്ചാത്തലത്തിൽ കളക്ടർ ഈ പ്രദേശം സന്ദർശിച്ച് പ്രശ്നബാധിത പ്രദേശങ്ങളിൽ നിന്ന് 1/2 കിലോമീറ്റർ ചുറ്റളവിലുള്ള 81 കുടുംബങ്ങളെ ബന്ധുവീട്ടിലും ദുരിതാശ്വാസ ക്യാമ്പിലുമായി മാറ്റി താമസിക്കാൻ കർശന നിർദ്ദേശം അധികൃതർക്ക് നൽകിയിരുന്നു. മഴക്കാലം കഴിയുന്നതുവരെയും മുന്നറിയിപ്പുള്ള ഈ പ്രദേശത്ത് താമസിക്കരുതെന്നും എന്നാൽ ആരും ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ശക്തമായ മഴയിൽ ഉത്ഭവിക്കുന്ന അമിത വെള്ളം ഒഴുകിപ്പോകാൻ നിർവാഹമില്ലാതെ തളം കെട്ടിക്കിടക്കുന്നതും സമീപത്തുള്ള കുന്നിടിച്ചിലിന് സാധ്യതയേറെയാണെന്നും ദുരന്ത നിവാരണ സംഘം പരിശോധനയിൽ പറഞ്ഞു. മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തിന് സമീപത്തെ കുന്നായ റബ്ബർ എസ്റ്റേറ്റ് സ്ഥിതി ചെയ്യുന്നത് തകർന്ന വീടിന് 39 ഡിഗ്രി ചെരുവിലാണ്. അതും ശാസ്ത്രീയമല്ലാത്ത രീതിയിലുള്ള സംവിധാനത്തിലും വെള്ളം ഒഴുകിപ്പോകാൻ യാതൊരു സാഹചര്യവുമില്ല. കൂടാതെ കുറച്ചു മാറി 15 മീറ്ററോളം അകലത്തല്ലാത്ത വറ്റാത്ത കിണറുമുണ്ട്. വെള്ളം ലീക്കായി ഒഴുക്ക് ശക്തമായാൽ മരങ്ങൾ വരെ കടപുഴകി കുത്തനെ നിലം പതിക്കാനുള്ള സാഹചര്യവും നിലവിലുണ്ട്. മണ്ണിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതും ജലപൂരിതമായ മണ്ണും മണ്ണിടിച്ചിലിന് സാധ്യതയേറെയാണെന്നും വിശദമായ നിരീക്ഷണത്തിനും പരിശോധനയ്ക്കും ശേഷമാണ് ദുരന്ത നിവാരണ സംഘം കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയത്. ഇന്നലെ രാവിലെ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിക്കുകയും പരിശോധിക്കുകയും ചെയ്ത ശേഷം പൊതുജനങ്ങൾക്കായി ജാഗ്രതയുടെ ഭാഗമായി ഉരുൾപൊട്ടൽ സാധ്യതകളെക്കുറിച്ച് വിശദമാക്കുകയും ചെയ്തു. വെള്ളം തളം കെട്ടിക്കിടക്കുന്നതും ഒഴുകിപ്പോകാൻ നിർവാഹമില്ലാതാകുമ്പോൾ ലോലമായ മണ്ണും മറ്റ് അവശിഷ്ടങ്ങളും ഭൂപ്രകൃതിക്ക് വിപരീതമായ നല്ല ചെരിവും കൂടിയാകുമ്പോൾ പ്രശ്നം സങ്കീർണമാകും. കൂടാതെ നിരീക്ഷണത്തിന്റെ ഭാഗമായി ശരവേഗത്തിൽ ഒഴുകിയെത്തുന്ന വെള്ളം കലങ്ങിയതാണോ എന്നും ഭൂമിയിൽ നിന്നും ശബ്ദ കോലാഹലങ്ങളോ കിണറിൽ നിന്ന് തിരയിളക്കമോ മറ്റോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരു നിമിഷം പോലും പാഴാക്കാതെ ഉടൻ അധികൃതരെ വിവരം അറിയിക്കണമെന്നും പഠന റിപ്പോർട്ട് കളക്ടർക്ക് കൈമാറുമെന്നും ജില്ലാ ജിയോളജിസ്റ്റ് ഡോക്ടർ AK മനോജ് പറഞ്ഞു. ഭൂചലന വകുപ്പ് മേധാവി K ലീന, സോയിൽ കൺസർവേഷൻ ഉദ്യോഗസ്ഥ ഡോക്ടർ ബിന്ദു മേനോൻ, സേവ്യർ ചിറ്റിലപ്പള്ളി MLA, തഹസിൽദാർ MC അനുപമൻ, നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ, സെക്രട്ടറി KK മനോജ്, ഡിവിഷൻ കൗൺസിലർ ബുഷ്ര റഷീദ്, മറ്റുദ്യോഗസ്ഥർ തുടങ്ങിയവർ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു. നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല ഈ സാധനം. കാരണം നമുക്ക് ഭൂമിയുടെ മുകളിൽ പോയിട്ട് ഇത് എത്ര അരിച്ചു ഇറങ്ങണോ എങ്ങനെ ഇറങ്ങണമെന്ന് പറയാൻ പറ്റില്ല. ഇതിനകത്ത് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ റബ്ബർ തോട്ടങ്ങളാണ്. അവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ മെമ്പർ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെ മടക്കി വെച്ചിരിക്കുകയാണ്. വെള്ളത്തെ സംഭരിക്കുന്ന തരത്തിലേക്ക് അതിൻ്റെ പ്ലാറ്റ്ഫോം ഇങ്ങനെയല്ല കൊടുത്തിരിക്കുന്നത്, മടക്കി വെച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ വെള്ളം അവിടെ താഴും എന്നർത്ഥം. ഈ പെയ്ത്ത് വെള്ളവും അവിടെ താഴും. അപ്പോൾ തൂങ്ങും, സ്വാഭാവികമായിട്ട് തൂങ്ങും.
ആ തൂങ്ങിയ സ്ഥാനത്ത് ഇത്രയും കനുള്ള മണ്ണിന് താങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം വരും. അത് താഴേക്ക് നിരങ്ങി നീങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ ക്ഷമയോടുകൂടി കാത്തിരുന്നിട്ട് നല്ല മഴ പെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കുക. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇനി നിങ്ങളെല്ലാവരും ജാഗരൂകരായിരിക്കേണ്ട ഒരു കാര്യം ഉണ്ടെന്ന് വെച്ചാൽ വെള്ളം കലങ്ങി വരേണ്ടോ എന്ന് പരിശോധിക്കണം. അത് മാത്രമല്ല ശബ്ദം വല്ലതും കേൾക്കേണ്ടെന്ന് നോക്കണം. നിങ്ങൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവിടേക്ക് ഒന്ന് പരിശോധിക്കണം. എവിടെയെങ്കിലും കുഴികളോ എന്തെങ്കിലും വെള്ളത്തിന്റെ സൗണ്ടുകൾ, വെള്ളത്തിലെ മാറ്റം, കിണറിൽ തിരയിളക്കം പോലുള്ള സംഭവം, ഇതൊക്കെ നിങ്ങൾ നിരീക്ഷിക്കേണ്ടിയിരിക്കുന്നു. അത് നോക്കിക്കഴിയുമ്പോൾ അങ്ങനെ എന്തെങ്കിലും സിഗ്നൽസ് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ മുനിസിപ്പൽ അധികൃതരെ വിവരറിയിക്കുക, അടിയന്തരമായിട്ട് മാറാനുള്ള സംവിധാനം ചെയ്യുക. അതൊക്കെ ഒരു സിഗ്നലാണ്, ഒരു സൈനാണ്. അതെല്ലാം ഇത്തരം വെള്ളം ഇപ്പം കഴിഞ്ഞ ദിവസം മെമ്പറുടെ വീഡിയോയിൽ ഞാൻ കണ്ടു, ശക്തമായ കലക്കവെള്ളം വരുന്നൊരു സാധനം. ആ കലക്കവെള്ളം വരികയാണെങ്കിൽ അതൊരു ഇൻഡിക്കേഷനാണ്. നല്ല കലക്കവെള്ളം, ഭൂമിയിൽ വെള്ളം കലങ്ങി തിരിഞ്ഞ് വരികയാണെങ്കിൽ ശ്രദ്ധിച്ചുകൊള്ളുക. ശബ്ദം കേൾക്കുകയാണെങ്കിൽ ശ്രദ്ധിച്ചുകൊള്ളുക. അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള വെള്ളം ഉയരുക, താഴുക, തിരയിളക്കം, ഇത്തരം സംവിധാനം ഉണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് വേറെ ആർക്കും ഇപ്പോൾ MLAക്കോ എനിക്കോ ആർക്കും ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റൂല. കാരണം നമ്മളിതിൽ ലക്ഷണങ്ങൾ പറഞ്ഞു തരാനേ പറ്റുള്ളൂ. ആക്സിന്റെ സിൽവർ ജൂബിലി ലോഗോ മുഖ്യമന്ത്രി പ്രകാശനം ചെയ്തു. ആക്സിന്റെ സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് 1 വർഷം നീണ്ടു നിൽക്കുന്ന വാർഷികാഘോഷങ്ങളുടെ ഭാഗമായുള്ള ലോഗോ പ്രകാശനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ജില്ലാ കളക്ടറും ആക്സിന്റെ പ്രസിഡന്റുമായ അർജുൻ പാണ്ഡ്യൻ, ആക്സ് ജനറൽ കൺവീനർ CR വത്സൻ, ജില്ലാ സെക്രട്ടറി ലൈജു സെബാസ്റ്റ്യൻ, തൃശൂർ കോർപ്പറേഷൻ മേയറും ആക്സ് ജനറൽ സെക്രട്ടറിയുമായ MK വർഗീസ്, വൈസ് പ്രസിഡന്റ് TA അബൂബക്കർ, സിറ്റി പോലീസ് കമ്മീഷണർ R ഇളങ്കോവൻ, തൃശൂർ ബ്രാഞ്ച് പ്രസിഡന്റ് CS ധനൻ എന്നിവർ പങ്കെടുത്തു. ഒരിടവേള. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം, 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്, ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. മെഡിപ്ലസ് ഓർത്തോ ENT ആൻഡ് ചെസ്റ്റ് ക്ലിനിക്, മണ്ണുത്തി. അസ്ഥി, വാദം സംബന്ധ എല്ലാ രോഗങ്ങൾക്കും ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ അമലു ജോയ് ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ 5:30 മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അരുൺ ചെവി, മൂക്ക്, തൊണ്ട സംബന്ധമായ രോഗങ്ങൾക്ക് ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 5:30 മുതൽ രോഗികളെ പരിശോധിക്കുന്നു. വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, ആസ്മ, അലർജി എന്നീ ശ്വാസകോശ രോഗങ്ങൾക്ക് പൾമനോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജഗദീഷ് രാജ് ചൊവ്വ, ശനി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ബുക്കിംഗിനായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, ഡിജിറ്റൽ എക്സ്റേ, ലബോറട്ടറി ആൻഡ് ECG, സുവർണ ബസാർ, മാർക്കറ്റ് റോഡ്, മണ്ണുത്തി. ഫോൺ 0487-237-2374, മൊബൈൽ 790227-2374. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. You have any sort of depression? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകളിലേക്ക്. തൃശൂർ പാമ്പൂരിൽ വീടുകളുടെ മതിൽ തകർത്ത് കാന നിർമ്മാണം. 2 വീടുകളിലെ മതിൽ തകർന്നു. അശാസ്ത്രീയ നിർമ്മാണമാണ് മതിലുകൾ ഇടിയാൻ കാരണമെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. പാമ്പൂരിലെ റോഡ് നവീകരണത്തിന്റെ ഭാഗമായി നടക്കുന്ന കാന നിർമ്മാണമാണ് നാട്ടുകാർക്ക് വിനയായത്. കാനയ്ക്കായി മതിലുകളോട് ചേർന്ന് മണ്ണെടുത്തതാണ് വീടുകളുടെ മതിലുകൾ തകർന്നു വീഴാൻ കാരണം. ശനിയാഴ്ച കാനക്കായി മണ്ണെടുത്ത JCB പിൻവാങ്ങിയതോടെ തന്നെ 2 വീടുകളുടെ മതിലുകൾ നിലംപൊത്തി. റിട്ടയർഡ് SIമാരായ കാഞ്ഞിരപ്പറമ്പിൽ തോമസിന്റെയും സഹോദരൻ റപ്പായിയുടെയും വീടുകളുടെ മതിലാണ് നിലംപൊത്തിയത്. ചൂളക്കട്ടകളും
കോൺക്രീറ്റ് കട്ടകളും ഉപയോഗിച്ച് നിർമ്മിച്ച 15 മീറ്റർ നീളം വരുന്ന മതിലാണ് ഗേറ്റ് ഉൾപ്പെടെ മറിഞ്ഞു വീണത്. ഭാഗ്യം കൊണ്ടാണ് ആളപായം ഉണ്ടാകാതിരുന്നതെന്നും റപ്പായി പറഞ്ഞു. മതിലിനോട് ചേർന്ന് 2.5 അടിയോളം താഴ്ചയിലാണ് കാനയ്ക്ക് വേണ്ടി മണ്ണ് നീക്കുന്നത്. സ്വകാര്യ വ്യക്തികളുടെ നിർമ്മാണങ്ങൾക്ക് സംരക്ഷണം ഉറപ്പാക്കണമെന്നും മറിഞ്ഞു വീണ മതിലുകൾ പുനർനിർമ്മിച്ച് നൽകണമെന്നുമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. കൊട്ടനാട് മുണ്ടൂർ റോഡില് റോഡ് വീതി കൂട്ടുന്നതോടനുബന്ധിച്ച് വീടുകളോട് ചേർന്നുള്ള കാനകൾ ശരിയാക്കുന്ന പണികളാണ് കോലഴി പഞ്ചായത്തിലെ 13-ാം വാർഡില് ചെയ്തുകൊണ്ടിരിക്കുക. JCB മറ്റു വർക്കുകളും വന്ന് മതിലിനോട് ചേർന്ന് വളരെ ചേർന്നുകൊണ്ട് അരിഞ്ഞെടുക്കുന്ന പോലെയായിരുന്നു ഇവിടുത്തെ പ്രവൃത്തി. എൻ്റെ ചേട്ടൻ്റെ വീടുകളെ എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങൾ പറയുന്നുണ്ട്, സുഹൃത്തെ, ഇത് വളരെ ചേർത്തിരുന്ന വീടിനും മതിലിനും അപകടമല്ല എന്ന് ചോദിച്ചാൽ അതിന് കുഴപ്പമില്ല ചേട്ടാ, പ്രശ്നമില്ല എന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് മഴക്കാലല്ലേ സുഹൃത്തെ എന്ന് പറഞ്ഞപ്പോഴും അതിനൊന്നും വകവയ്ക്കാതെ JCB കൊണ്ട് അരിഞ്ഞുകൊണ്ട്, മാത്രമല്ല മാൻ പവർ ഉപയോഗിച്ച് ചെറിയ കൈക്കോട്ടിൻ്റെ തൂമ്പ കൊണ്ടൊക്കെ അരിഞ്ഞെടുക്കുകയാണ്. അങ്ങനെ 5 മണിയോടുകൂടി പണി അവസാനിപ്പിച്ചു, അവർ വർക്ക് അവസാനിപ്പിച്ചു. അപ്പം ഞങ്ങൾ പറയുന്നുണ്ട്, ഇത് വളരെ അടുത്ത കാലത്ത് ഇപ്പോൾ ചെയ്ത മതിലാണ്, പ്രത്യേകിച്ച് മഴക്കാലാണ്. മതിലിനോട് ചേർന്ന് വളരെ അരിഞ്ഞുകൊണ്ടാണ് ഈ പ്രവൃത്തി ചെയ്തത്. അങ്ങനെ ചേർത്ത് അവർ 5 മണിക്ക് പണി വെച്ചു പോയി. അതിനുശേഷം ഒരു അരമണിക്കൂർ 5:30 എൻ്റെയും എൻ്റെ വീടിന് മുമ്പിലെ മതിലും തൊട്ടടുത്ത എൻ്റെ ജ്യേഷ്ഠൻ്റെ മതിലും തകർന്നു. റോഡിലേക്ക് പണത്തെ കോരിയ കാനയിലേക്ക് വീണു, തകർന്നു. അല്ല ആർക്കും അപകടം ഉണ്ടായില്ല. അതിൽ വളരെയധികം ഇതുണ്ടായി. സമീപത്തുള്ള റോഡ് അങ്ങനെ പോവുകയാണെങ്കിൽ വലിയൊരു അപകടം ഉണ്ടായി തന്നെ. കൃഷ്ണാപുരം വായനശാലയുടെ പ്രവർത്തകർ സമാഹരിച്ച 1,02,222 രൂപ വയനാട്ടിലെ ദുരിതബാധിതർക്ക് വീട് നിർമ്മിക്കാൻ ഡിവൈഎഫ്ഐ നടത്തുന്ന റീബിൽഡ് വയനാട് ക്യാമ്പയിനിലേക്ക് വായനശാല രക്ഷാധികാരി NS അഷ്റഫ് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി VP ശരത് പ്രസാദിന് കൈമാറി. മണ്ണുത്തി ബ്ലോക്ക് സെക്രട്ടറി മനു പുതിയമഠം, വായനശാല സെക്രട്ടറി സുരേഷ് KV, പ്രസിഡന്റ് രമേശൻ, ട്രഷറർ നജീബുദ്ദീൻ, അനൂപ് കൃഷ്ണാപുരം തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നെട്ടിശ്ശേരി ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ ഇല്ലം നിറ ചടങ്ങുകൾ നടന്നു. മേൽശാന്തി വാഴക്കോട് പുതുമന വിഷ്ണു നമ്പൂതിരിയും തെച്ചിക്കോട്ട് അനീഷ് നമ്പൂതിരിയും കതിർക്കറ്റകളേന്തി. ക്ഷേത്ര പ്രദക്ഷിണം നടത്തിയ ശേഷം വിധിപ്രകാരമുള്ള പൂജകൾ നടത്തി. പൂജിച്ച കതിരുകൾ ഭക്തർക്ക് വിതരണം ചെയ്തു. ഇല്ലം നിറ എന്ന് പറഞ്ഞാൽ ഇല്ലം അഥവാ വീടുകൾ നിറയ്ക്കുക എന്നതാണ് പഴമക്കാർ പറഞ്ഞിരുന്നത്. ഇന്ന് അതിനെ അടിസ്ഥാനമാക്കി തന്നെയാണ് ക്ഷേത്രങ്ങളിലും മറ്റുള്ളവരിലും ഇത്തരം കാര്യങ്ങൾ നടത്തുന്നത്. നെട്ടിശ്ശേരിയിലെ ഭക്തജനങ്ങൾക്കും നാട്ടുകാർക്കും ഇതൊരു വലിയ സുവർണ അവസരമായിട്ടാണ് എല്ലാവരും ഇതിനെ കാണുന്നതും മഹത്തായ ഒരു കാര്യമായിട്ടാണ് ഇതിനെ കാണുന്നത്. ഐശ്വര്യവും എല്ലാവിധ ഐശ്വര്യങ്ങളും നാട്ടിലും വീട്ടിലും എത്തിക്കുന്നതിനുള്ള ഒരു പരിപാടിയായിട്ടാണ് ഇതിനെ എല്ലാവരും കാണുന്നത്. മണലിത്തറ മേനങ്ങത്ത് രാധാകൃഷ്ണന്റെ വീട്ടിൽ അടുക്കളയിൽ ഇന്നലെ രാത്രി കയറിയ വെള്ളിമൂങ്ങയെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വന്ന് പിടിച്ച് സ്വതന്ത്രമാക്കി. വാർഡ് മെമ്പർ AR കൃഷ്ണൻകുട്ടി, അനീഷ് കണ്ടമാട്ടിൽ എന്നിവരുടെ നേതൃത്വത്തിൽ അകമല ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനായ രതീഷ് എത്തിയാണ് വെള്ളിമൂങ്ങയെ സ്വതന്ത്രമായി വിട്ടയച്ചത്. തൃശൂരിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് അവധി. തൃശൂർ ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ക്യാമ്പ് അവസാനിക്കും വരെ ദുരന്ത നിവാരണ നിയമപ്രകാരം അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉത്തരവിട്ടു. ക്യാമ്പുകൾ അവസാനിക്കുന്ന വിവരം അതത് തഹസിൽദാർമാർ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറെ അറിയിക്കണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനവുമായി ചേർന്ന് ആവശ്യമായ ശുചീകരണ പ്രവൃത്തികൾ പൂർത്തീകരിച്ച ശേഷം സ്കൂൾ തുറന്ന് പ്രവർത്തിക്കുന്നതിനുള്ള നടപടികൾ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ സ്വീകരിക്കണം. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും ഇന്റർവ്യൂകൾക്കും മാറ്റമുണ്ടായിരിക്കില്ല. മേൽ അവധി മൂലം നഷ്ടപ്പെടുന്ന പഠന സമയം ക്രമീകരിക്കുന്നതിനുള്ള നടപടികൾ ബന്ധപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപന മേധാവികൾ സ്വീകരിക്കണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മഴയെ തുടർന്ന് അവധി പ്രഖ്യാപിച്ച സ്കൂളുകളിൽ ശുചീകരണം നടത്തേണ്ടതുണ്ടെന്നും കാട് പിടിച്ചിട്ടുണ്ടെങ്കിൽ അവ വെട്ടിത്തെളിക്കേണ്ടതാണെന്നും ഇഴജന്തുക്കളുടെ സാന്നിധ്യമില്ലെന്ന് ഉറപ്പാക്കേണ്ടതുമാണെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. താണിക്കുടം ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഇല്ലം നിറ ക്ഷേത്രം മേൽശാന്തി കോശേരി മന വാസുദേവൻ തിരുമേനിയുടെ കാർമ്മികത്വത്തിൽ ഞായറാഴ്ച നടന്നു. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് CS സന്തോഷ്, സെക്രട്ടറി S അജയ്കുമാർ എന്നിവർ നേതൃത്വം നൽകി. ഒരിടവേള കൂടി.
പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം, മണ്ണുത്തി. നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടോ? ഡയബറ്റീസ് കണ്ണിന്റെ ഞരമ്പുകളെ ദുർബലപ്പെടുത്തി കാഴ്ച നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. കണ്ണിന്റെ ഞരമ്പുകളെ സംരക്ഷിക്കുന്ന നൂതന ചികിത്സയുമായി അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി. കണ്ണോപ്പറേഷൻ ഇനി മണ്ണുത്തിയിൽ. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഡോക്ടർ ആശ അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി. നൂതന ഫ്രെയിമുകളും കോൺടാക്ട് ലെൻസുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ എല്ലാ ഇൻഷുറൻസ് പരിരക്ഷകളും ചികിത്സകളും ഇവിടെ ലഭിക്കുന്നു. അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി ആൻഡ് വടക്കുംചേരി. ഫോൺ 0487-237-4285. മൊബൈൽ 9061858682. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. വീണ്ടും വാർത്തകളിലേക്ക്. മാന്നാമംഗലം സെന്റ് ജോൺ മരിയ വിയാനി ദേവാലയത്തിൽ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ ഊട്ടുതിരുനാളും തിരുശേഷിപ്പ് വണക്കവും ആഘോഷിച്ചു. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 10 മണിക്ക് നടത്തിയ ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ സിൻഡു പുറത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ റോബി കുന്താണിയിൽ തിരുനാൾ സന്ദേശം നൽകി. തിരുനാൾ ചടങ്ങുകൾക്ക് വികാരി ഫാദർ പ്രിൻസ് നായങ്കര, കൈക്കാരന്മാരായ ബാബു മനയത്ത്, ഔസേപ്പ് ചേനകുഴി, ജോൺസൺ ആട്ടോക്കാരൻ, ജനറൽ കൺവീനർ ജെയിംസ് നമ്പൂരിക്കൽ എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് ഊട്ടുനേർച്ച വിതരണവും ഉണ്ടായിരുന്നു. തൃക്കൂർ മതികുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും സംഘടിപ്പിച്ചു. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ഞായറാഴ്ച രാവിലെ ഗണപതി ഹോമം, ഇല്ലം നിറ, തൃപ്പുത്തരി, ഗജപൂജ, ആനയൂട്ട് എന്നീ ചടങ്ങുകൾ നടത്തി. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പുലിയന്നൂർ കൃഷ്ണ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭരണസമിതി അംഗങ്ങളായ സുരേഷ് നെല്ലിശ്ശേരി, മണികണ്ഠൻ തൊട്ടിപ്പറമ്പിൽ, സുനിൽ കുമാർ തെക്കൂട്ട്, സുനിൽ കുഴിച്ചാമടത്തിൽ, സുറബിദാസ് പൊത്താഴക്കാടൻ, ജയൻ, ദിലീപ്, സജീവൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ക്ഷേത്രത്തിലെത്തിയവർക്ക് അന്നദാനവും ഉണ്ടായിരുന്നു. ഭക്തജനങ്ങൾക്ക് ഏറെ വരുന്നതുകൊണ്ട് നിങ്ങളുടെ വിലപ്പെട്ട സ്വർണ്ണാഭരണവും പേഴ്സും സൂക്ഷിക്കേണ്ടതാണ്. ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക്, ഭക്തജന തിരക്ക് ഏറെ വരുന്നത് കൊണ്ട് നിങ്ങളുടെ വിലപ്പെട്ട സ്വർണ്ണ CISE കേരള റീജിയണൽ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റിന് ആതിഥേയത്വം വഹിക്കാൻ മണ്ണുത്തിയിലെ ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂൾ ഒരുങ്ങി. ഓഗസ്റ്റ് 5, 6 തീയതികളിലാണ് മത്സരങ്ങൾ. 2 ദിവസം നീണ്ടു നിൽക്കുന്ന മത്സരത്തിലെ വിജയികൾക്ക് ദേശീയ ചാമ്പ്യൻഷിപ്പിന് യോഗ്യത ലഭിക്കും. സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ഷിനോ കളപ്പുരയ്ക്കലിന്റെ നേതൃത്വത്തിലാണ് സ്റ്റേഡിയത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായത്. 14, 17, 19 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും മത്സരങ്ങളാണ് നടക്കുക.
ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂളിലെ ഇനിയുള്ള 2 ദിവസങ്ങൾ ആവേശഭരിതമായ പോരാട്ടങ്ങളുടെ ദിനങ്ങളാണ്. അമൃത TV തൃശൂർ ക്യാമറാമാൻ ചേറ്റുപുഴ കണ്ണപുരം പങ്ങാടത്ത് വീട്ടിൽ പരേതനായ വേലായുധന്റെയും വള്ളിയമ്മയുടെയും മകൻ PV അയ്യപ്പൻ അന്തരിച്ചു. 54 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12-ന് പാറമേക്കാവ് ശാന്തിഘട്ടിൽ നടക്കും. ഭാര്യ ജിജി അയ്യപ്പൻ, മകൻ അദ്വൈത് കൃഷ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പരിശീലനം പൂർത്തിയാക്കിയ 410 പോലീസ് സേനയുടെ പാസിംഗ് ഔട്ട് പരേഡിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സല്യൂട്ട് സ്വീകരിച്ചു. മാടക്കത്രയിലെ വിദ്യാർത്ഥികളായ ധ്യാനും ദർശിക്കും തങ്ങളുടെ സ്വകാര്യ സമ്പാദ്യം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കായി മന്ത്രി കെ രാജനെ ഏൽപ്പിച്ചു. തൃശൂർ മേയറുടെ 1 മാസത്തെ ശമ്പളവും ഓണറേറിയവും മുഖ്യമന്ത്രി പിണറായി വിജയനെ ഏൽപ്പിച്ചു. തൃശൂർ കൃഷ്ണാപുരം വായനശാല പ്രവർത്തകർ സമാഹരിച്ച 1,02,222 രൂപ വയനാട് ദുരിതാശ്വാസത്തിനായി ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിയെ ഏൽപ്പിച്ചു. തൃശൂർ മതികുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടന്നു. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.